ബസന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബസന്ത്, നിർണായകമായിട്ടുള്ള നീക്കുപോക്കുകൾ ഒക്കെയും ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷത്തിലാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് രാജ്യമാകെയും ഉറ്റുനോക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗം അവസാനിച്ചോ? ഇന്നിപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേർന്നു? നാളെ ചേരാനിരിക്കുന്ന യോഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ 3 സേനാ മേധാവികളും പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിട്ടുള്ള യോഗം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 1 മണിക്കൂറായി ആ യോഗം ചേർന്ന് തുടങ്ങിയിട്ട്. നാളെ കേന്ദ്രമന്ത്രിസഭയും അതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയും രാഷ്ട്രീയകാര്യ സമിതിയും ഒക്കെ ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രിയെ അദ്ദേഹം വ്യക്തിപരമായി നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ സേനാ മേധാവികളും അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ തമ്മിലുള്ള വളരെ ഉന്നതതല യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പാക് ഭീകരരുടെ ആക്രമണമുണ്ടായ പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള ഒരു വലിയ തോതിലുള്ള ഒരു പ്രതീതി തന്നെയാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ പൊതുയോഗത്തിലും പറഞ്ഞു, ഇതിൽ നിങ്ങൾ സങ്കല്പിക്കാനാകാത്ത വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നൽകിയത്. വലിയ തോതിലുള്ള സേനാ വിന്യാസം ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലും ഉന്നത യോഗം ചേർന്നിരുന്നു. അത് കേന്ദ്ര പോലീസ് സേനയുടെ ഡയറക്ടർ ജനറൽമാരുടെ യോഗമാണ്. CRPF, CISF, BSF, NSG തുടങ്ങിയ ആസാം റൈഫിൾസ് തുടങ്ങിയ കേന്ദ്ര പോലീസ് സേനയുടെ ഉന്നത യോഗമാണ് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എല്ലാ തരത്തിലുമുള്ള കരുതലുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചടിക്കുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ യോഗങ്ങളിൽ നിന്നും വിലയിരുത്താൻ കഴിയും. നാളെ ചേരുന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതി 2ാമത്തെ യോഗമാണ് ചേർന്നത്. അതായത് പഹൽഗാം സംഭവത്തിന് ശേഷമുള്ള 2ാമത്തെ യോഗമാണ്. സ്വാഭാവികമായിട്ടും 21-ന് ഈ സംഭവം നടന്ന ശേഷം ഏകദേശം 6-7 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭീകരരെ കണ്ടെത്തുകയും അവരെ വകവരുത്തുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ 4 തവണ ഭീകരരുമായി സുരക്ഷാ സേന നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവിടെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ കോക്കർനാഗിൽ നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. അതായത് ഭീകരവിരുദ്ധ നടപടികൾ കാശ്മീരിലെ ദക്ഷിണ കാശ്മീരിലുമൊക്കെ വ്യാപകമായി തന്നെ സുരക്ഷാ സേന നടത്തുന്നുണ്ട്. അപ്പോൾ നാളെ നടപടികൾ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേയും നേരിടാൻ വേണ്ടി സർവ്വസജ്ജമാവുകയാണ് നമ്മുടെ രാജ്യം. പി ബസന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.